നമസ്കാരം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ അത് മുൻകൂട്ടി തന്നെ പറയാറുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവന കേൾക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ ചില മോദി വിരുദ്ധരെല്ലാവരും ഒരു കാര്യം പറയും: ഇതൊന്നും നടപ്പിലാക്കാനുള്ള കഴിവ് അങ്ങേർക്കില്ല, ഇത് നടക്കില്ല, ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്, ഇത് ഞങ്ങളുടേതാണ്, ഇത് ഹിന്ദുത്വ വർഗീയവാദികളുടേതല്ല എന്നുള്ള രീതിയിലേക്ക് നിരന്തരമായിട്ട് പറഞ്ഞു വരുന്നു. ഇത് 2014 മുതൽക്കേ പറയുന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയൊക്കെ എടുത്തു കളയുന്നതിനെ പറ്റിയിട്ട് BJPയുടെ നേതാക്കന്മാരും പ്രവർത്തകരും രാജ്യത്തുടനീളം വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തുകയും പൊതുപരിപാടികളും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പത്രികയിലും എല്ലാം തന്നെ ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന കാര്യം നിരന്തരമായിട്ട് പറയുമായിരുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ നടപടിയാവില്ല, ഇതൊക്കെ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടി മാത്രമാണെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇവർ നിരന്തരമായിട്ട് പ്രചരിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് വീണ്ടും ഒരു പ്രസ്താവന നരേന്ദ്രമോദി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രസ്താവന ഇറക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയും: ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയൊക്കെ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു, പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു, അത് നടപ്പിലാക്കി, പ്രാവർത്തികമാക്കി. അതുപോലെ തന്നെ അയോധ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്ന രാമക്ഷേത്രം, ഇതെല്ലാം നടപ്പിലാക്കിയ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിലേക്ക് നമ്മളെല്ലാവരും ചിന്തിക്കുക. അദ്ദേഹം ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യം അത് കൃത്യമായിട്ട് മുൻകൂട്ടി അദ്ദേഹം തീരുമാനിച്ചിട്ട് തന്നെ ഇത് പറയാറുള്ളൂ. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ഇന്ന് വീണ്ടും ഒരു പൊട്ടിത്തെറിയൊക്കെ രാജ്യത്തെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ യോഗങ്ങളൊക്കെ കൂടി തുടങ്ങി. വിഷയം ഒന്ന് മാത്രമാണ്: ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന രാജ്യം ഒറ്റ നിയമം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സംവിധാനം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അത് ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ വിഷയം വ്യക്തി നിയമം ഇത് കൊണ്ടുവരും, ഏക സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന് എന്നുള്ള. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ഇപ്പൊ വീണ്ടും വലിയ ഒരു പൊട്ടിത്തെറിയുണ്ട്. ഈ പൊട്ടിത്തെറി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തുള്ള മതമൗലികവാദികൾ, പ്രത്യേകിച്ച് ആരാണ് എന്ന് ഞാൻ പറയണ്ടല്ലോ, മതമൗലികവാദികൾ അല്ലെങ്കിൽ ഭീകര സംവിധാനങ്ങളെയെല്ലാം പിന്തുണക്കുന്ന ഈ മതമൗലികവാദത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് കടാര കുത്തി ഇറക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അദ്ദേഹം 2022 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദു ഫാസിസ്റ്റ് ആണ്. ഹിന്ദു ഫാസിസ്റ്റ് ആയിട്ടുള്ള ഈ വ്യക്തി RSSന്റെ നയങ്ങൾ ഗുജറാത്തിൽ അടിച്ചേൽപ്പിക്കുകയാണെന്നൊക്കെയായിരുന്നു ആ സമയത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം. വേട്ടയാടൽ, BJPയുടെ ഈ രാജ്യത്തുള്ള നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു നേതാവ് അത് നരേന്ദ്രമോദിയാണെന്നുള്ള തർക്കമില്ല. ആ വേട്ടയാടലുകളെല്ലാം അദ്ദേഹം ഒരു പടിപടിയാക്കി വലിയ രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്റെ സിംഹാസനത്തിലേക്ക് നടന്നു കയറി ഈ പറയുന്ന ആരോപണങ്ങളുടെ മുകളിൽ ചവിട്ടിക്കയറി രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയിരിക്കുന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തുള്ള ഒരു വലിയ മുന്നോട്ടുള്ള പോക്ക്. അപ്പൊ ഈ 2024 ഈ വട്ടം നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ BJPയെ സംബന്ധിച്ച് 63 സീറ്റുകളാണ് കുറഞ്ഞത്. 400 സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണത്തിൽ NDA മുന്നോട്ട് വന്ന സമയത്ത് BJP കിട്ടിയത് 240 സീറ്റാണ്. അപ്പോൾ 240 സീറ്റ് കിട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഏത് സമയവും പ്രതീക്ഷിക്കാവുന്ന ഒരു തിരിച്ചടി മാത്രമേ BJPക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം നിരവധി പാർട്ടികൾ ഒന്നിച്ച് ഒരു സർക്കാരിനെ എതിർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് മത്സരിക്കുകയല്ല, ഒന്നിച്ച് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുമ്പോൾ ഈ മത്സരത്തിന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രാദേശിക സ്വാധീനമടക്കം അവരുടെ വിജയത്തിന് വലിയ രീതിയിലുള്ള ആക്കം കൂട്ടുമെന്നുള്ള തർക്കമില്ല. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതിരോധ സംവിധാനം അത് BJPക്ക് ഉത്തർപ്രദേശിലൊക്കെ വലിയ രീതിയിൽ അവരുടെ BJPയുടെ സീറ്റുകളുടെ എണ്ണത്തിലൊക്കെ വലിയൊരു കുറവുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ആദ്യം പറഞ്ഞതുപോലെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് BJPയുടെ നേതൃത്വവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിലേറ്റവും മുൻപന്തിയിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് ഇനി അധികാരത്തിൽ ഒറ്റക്ക് കയറാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായി. നിരവധി BJPയെ സംബന്ധിച്ച് BJP നിലവിൽ സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഒരുപാട് സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ്
താഴേക്ക് പോകുന്ന ഒന്ന് ഉത്തർപ്രദേശ് ആണെങ്കിലും ഹരിയാനയാണെങ്കിലും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ തന്നെ സീറ്റുകൾ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയാണെങ്കിലും ഇവിടെയൊക്കെയാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായത്. പക്ഷേ ഈ തിരിച്ചടികൾ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഉണ്ടായ സമയത്തും കട്ടിംഗ് സൗത്ത് എന്നുള്ള രീതിയിൽ ദക്ഷിണേന്ത്യയെ ഒരു പ്രത്യേക രാജ്യമാക്കണം എന്ന് പറയുന്ന ജിഹാദി ഭീകരവാദികളുടെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടി ദക്ഷിണേന്ത്യയിലെ ദേശീയവാദികളായിട്ടുള്ള ജനങ്ങൾ നൽകി എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു സ്വാധീനം ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായത്. അതിപ്പോ കർണാടകയിലാണെങ്കിലും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് ബി ജെ പി നിസ്സാരം സീറ്റുകളുടെ ഒരു കുറവ് മാത്രം ആയി. അത് കർണാടകയിലും നല്ല ഒരു 19 സീറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു. രണ്ടാമത് കേരളത്തെ സംബന്ധിച്ച് ബി ജെ പി ആദ്യമായിട്ട് ഇവിടെ താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അദ്ദേഹത്തിന് ആ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിച്ചു. സുരേഷ് ഗോപി വിജയിച്ചു. 20% വോട്ടുകളായി ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. മറ്റൊരു സംവിധാനമാണെങ്കിൽ തെലങ്കാനയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ വട്ടം 4 സീറ്റുകൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. ആദ്യമായിട്ട് ആദ്യമായിട്ട് പാർലമെന്റിൽ 4 സീറ്റുകൾ കിട്ടുന്നത് തെലങ്കാനയിൽ നിന്നാണ്. അതൊരു വലിയ ഒരു മുന്നേറ്റമായിരുന്നു. അപ്പോൾ ആ സംസ്ഥാനത്ത് ഈ തവണ 4 എന്നുള്ളത് 8 സീറ്റാക്കി ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചു. വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം, ഭൂരിഭാഗം സീറ്റുകളും എൻ ഡി എ നേടുകയും ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ അവിടെ 3 സീറ്റുകൾ നേടുന്ന അവസ്ഥ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പി സാധിച്ചു. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ തിരിച്ചടി ഇവിടെ ഒരു പുത്തൻ ഉണർവുണ്ടാക്കുകയും ചെയ്തു. മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് വലിയ ഒരു സംവിധാനം ഉണ്ടാകും, അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ പ്രചരണം നടത്തി ബി ജെ പിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും 9 മണ്ഡലങ്ങളിൽ ബി ജെ പി 2ാം സ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് എത്തുകയും അതോടൊപ്പം തന്നെ 80 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ നേടി 3% വോട്ടുകൾ എന്നുള്ളത് 11% വോട്ടുകളിലേക്ക് ഉയർത്താനും അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തന പദ്ധതികളിൽ നിന്ന് അങ്ങനെ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാനും ദക്ഷിണേന്ത്യയുടെ പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള, അതും ദ്രാവിഡ പാർട്ടികൾ വലിയ രീതിയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. അതൊരു വലിയ മുന്നേറ്റമാണ്. ആ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം തന്നെ ബി ജെ പി വർഷങ്ങളായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന പദ്ധതികൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ട്, അത് വോട്ടായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഏക സിവിൽ കോഡിലൂടെ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. ഈ വട്ടം ഉണ്ടായിട്ടുള്ള വീഴ്ചകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അടുത്ത വട്ടം 2029 നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പി ഇതെല്ലാം ഗുണകരമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അപ്പൊ അടുത്ത ഇൻഡിപെൻഡൻസ് ഡേക്ക് മുന്നോടിയായിട്ട് രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം കേന്ദ്ര സർക്കാർ നൽകുകയാണ്. ഈ പ്രാധാന്യം കുറച്ച് മുന്നേ തന്നെ നൽകിയിരുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 240 സീറ്റുകളിലേക്ക് എത്തുകയും സഖ്യകക്ഷികളെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു എൻ ഡി എന്ന് പറയുന്ന ഒരു സഖ്യ സംവിധാനത്തിന്റെ ഒരു കേന്ദ്ര സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ബി ജെ പിക്ക് ഒരിക്കലും അവരുടെ ഏകാധിപത്യ സംവിധാനം എന്നുള്ള രീതിയിലുള്ള ആരോപണം നടത്തുമ്പോൾ ആ ആരോപണം എന്താണോ പ്രതിപക്ഷം കുറെ നാളായിട്ട് പറഞ്ഞത് അത് ഒരിക്കലും ഇനി ബി ജെ പി കൂടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ബി ജെ പി മുന്നോട്ട് വെച്ച ലക്ഷ്യം അത് കൃത്യമായിട്ട് സഖ്യകക്ഷികളെ വെച്ചിട്ടാണെങ്കിലും തങ്ങളുടെ പ്രവർത്തന സംവിധാനത്തിന്റെ സ്വഭാവ രീതിയിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയില്ല എന്നുള്ളത് നരേന്ദ്രമോദി ഇന്ന് അത് തന്റെ സ്വാതന്ത്ര്യ സമര പ്രസംഗത്തിൽ കൃത്യമായിട്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. വന്ദേ മാതരം. വിപിൻ ലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്.